ദോഷം ഇല്ലാതെ ഉണ്ടാക്കുന്ന ആ ശ്രീകൃഷ്ണ കഥകൾ അത് കേൾക്കണമെന്ന എന്തെന്നില്ലാത്ത മോഹം നമ്മളെയൊക്കെ ബാധിച്ചിരിക്കുന്നത് കരിയാണ്. അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ കണ്ട് ബാധിച്ചപ്പോൾ അതുകൊണ്ട് അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ദുഃഖങ്ങൾ അതിൽ നിന്ന് കരകയറാൻ ഈ ശ്രീകൃഷ്ണ ലീലകൾ, ശ്രീകൃഷ്ണ രൂപം, അവിടുത്തെ അവതാര കഥകളെ കേട്ടാൽ മാത്രം മതി. അതുകൊണ്ട് അങ്ങ് വിഷമിക്കേണ്ട, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭൂമിയുടെ മാതൃത്വത്തിനെ ആദ്യം കാണിച്ചു തരികയാണ്. എല്ലാവർക്കും അമ്മയായിട്ട് നിൽക്കുന്ന ഭൂമി, ആ ഭൂമിയിൽ എന്തുണ്ടാവുന്നു? അധർമ്മികള് കൊടികുത്തി വാഴുന്നു. ഇപ്പോൾ പണ്ടും ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്, നാളെയും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ എത്ര 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 ജീവികളെ കൊന്നു തിന്നു, എന്തെല്ലാം എത്രയോ കണ്ണുനീര് വീണു ഭൂമിയിൽ. എങ്ങനെയാ ഭൂമി ദേവിക്ക് സഹിക്കുന്നത്? സകല ജീവരാശികൾക്കും വേണ്ട അന്നം, വസ്ത്രവും വെള്ളവും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും എത്രമാത്രം ആ അമ്മയെ വിഷമിപ്പിക്കണോ? അതുകൊണ്ട് അമ്മയ്ക്ക് വിഷമായി. അധർമ്മികൾ പെരുകിയില്ലോ എന്നുള്ള ഭാവമാണ് അമ്മയ്ക്ക്. പലതും അമ്മയ്ക്ക് ഭാരമല്ല. പക്ഷേ ശിവശിവ ദുർജനഭാരമേ ഭാരം, ദുർജനങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. ആ ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപത്തിൽ ബ്രഹ്മാവിനെ സമീപിച്ചപ്പോൾ ബ്രഹ്മദേവൻ മഹാദേവനെ കൂട്ടി പുരുഷസൂക്തേന ഉപതസ്തേ സമാഹിത നേരെ പോയി ആ പാലാഴി തീരത്ത് പോയി ഭഗവാനെ വിളിച്ചു. ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ത്രൈലോക്യത്തിലെ സകല ജീവരാശികൾക്കും നന്മ വരുത്താൻ, എല്ലാവർക്കും ഈശ്വരനെ നേരിട്ട് കാണാൻ, ഭഗവാനോടുകൂടി ചേരാൻ, അതിനു വേണ്ടിയിട്ടാണ് എത്രയോ അവതാരങ്ങൾ നേരത്തെ നമ്മൾ അനുസ്മരിച്ചോളോ. എത്രയോ അവതാരങ്ങൾ, കോടാനുകോടി അവതാരങ്ങൾ ഭഗവാൻ എടുക്കുമ്പോഴും അവിടേക്കൊന്നും ആർക്കും ചെല്ലാൻ പറ്റിയില്ല. ആർക്കും ഭഗവാനെ വേണ്ട മാതിരി ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അവിടത്തെ ഒന്ന് ഓമനിക്കാൻ, ഒന്ന് കൊഞ്ചിക്കാൻ, ഒന്ന് താലോലിക്കാൻ, ഒന്ന് താരാട്ട് പാടാൻ ആർക്കും സാധിച്ചില്ല. എല്ലാ അവതാരങ്ങളിലും ധാരാളം പേര് മോഹിച്ചു. സർവേശ്വര ഒന്ന് അവിടത്തോടൊന്നും ചേർന്നിരിക്കാൻ ഒരു മോഹം, ആരെയും സമ്മതിച്ചില്ല ഭഗവാൻ. എല്ലാവരോടും പറഞ്ഞു, കൃഷ്ണാവതാരത്തിലേക്ക് വരൂ, അന്നാവാം ഇതെല്ലാം. അതുകൊണ്ട് എല്ലാവരും നോക്കിയിരിക്കണു എന്നാ കൃഷ്ണാവതാരം. ആ പൂർണ്ണ പുണ്യാവതാരത്തിന് വേണ്ടി എല്ലാവരും നോക്കിയിരിക്കുമ്പോഴേക്കും ഭൂമിയുടെ ദുഃഖം തീർക്കാൻ ഭഗവാൻ തന്നെ ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ പ്രവേശിച്ചുകൊണ്ട് പറഞ്ഞു, വസുദേവ ഗൃഹേ സാക്ഷാൽ ഭഗവാൻ പുരുഷപരഃ ജനിഷ്യതേ തൽഭയാർത്ഥം സംഭവന്തു സുരസ്ത്രിയഃ. വസുദേവരുടെ ഗൃഹത്തിലുള്ള സാക്ഷാൽ ബ്രഹ്മം, നാമരൂപങ്ങൾക്ക് അതീതനായിരിക്കുന്ന ഈശ്വരൻ ശ്രീകൃഷ്ണനായിട്ട് അവതരിക്കാൻ പോണു. പരിപൂർണതനായിരിക്കുന്ന ഭഗവാൻ അവതരിക്കുന്നു. ഈ വാർത്തങ്ങൾ കേൾക്കേണ്ട താമസം ബ്രഹ്മദേവൻ ചാടി എഴുന്നേറ്റു. വേഗം വിളിച്ചു പറഞ്ഞു എല്ലാവരോടും. എല്ലാവരും നോക്കി നിൽക്കണു. മഹാദേവനെ പോലെ എത്രയോ ദേവന്മാര്, ദേവസ്ത്രീകള്, ഇത് വേണ്ട ഗന്ധർവന്മാര്, കിന്നരന്മാര്, വേതാളന്മാര്, നാഗന്മാര് എല്ലാവരും നോക്കി നിൽക്കുക. ആയിരക്കണക്കിന് ഋഷീശ്വരന്മാര് ഭഗവാന്റെ വാക്ക് കേൾക്കാൻ നോക്കിയിരിക്കുമ്പോഴേക്കും ആ ബ്രഹ്മദേവന്റെ സമാധിയിൽ കിട്ടിയതായിരിക്കുന്ന അറിവിനെ വിളിച്ചു പറഞ്ഞു, ഈശ്വരൻ അവതരിക്കണു, ഭൂമിയിൽ വരാൻ പോകണം, ഭൂമിയുടെ ഭാരം തീർക്കാൻ. ആർക്കൊക്കെയാണ് ഭഗവാനെ സേവിക്കേണ്ടത്? ആർക്കൊക്കെയാണ് ഭഗവാനിലേക്ക് എത്താൻ മോഹമുള്ളവര് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഓടി വന്നു വടക്കുന്നാഥനാ ഓടി വന്നത്. വേണുഗോപാലന്റെ തൃക്കരതാരിലെ വേണുവായി തീരാൻ കഴിയുമെങ്കിൽ ശ്രീയും ആരോഗ്യവും ഭക്തർക്കു നൽകുന്ന ശ്രീപാദരേണുവായി തീരുമെങ്കിൽ എങ്കിലൻ ജീവിതം സഫലമായി തീർന്നിടും, എങ്കിലൻ ജീവിതം ധന്യമാകും. വേണുഗോപാലന്റെ തൃക്കരതാരിലെ വേണുവായി തീരാൻ കഴിയുമെങ്കിൽ മഹാദേവന് ആ ഡ്യൂട്ടി കൊടുത്തു. മഹാദേവനാ വേണുവായിട്ടിരിക്കുന്നത്. നമ്മൾ കൃഷ്ണനെ വാങ്ങിച്ചാൽ ആദ്യം ഒടിച്ചു കളയാ വേണുവാണ്. ആ വേണുവില്ലാണ്ട് കൃഷ്ണനെ കാണാൻ പാടില്ല എന്നാണ് നമ്മുടെ ഐശ്വര്യമൊക്കെ ഊതി കളയത്ര. ആരോ പൊട്ടത്തരം പറഞ്ഞതാണ്. അതല്ലേ നമ്മൾ കേൾക്കുള്ളൂ. നല്ലത് കേൾക്കാത്തവരല്ലേ നമ്മൾ.
ആരോ എന്തോ പറഞ്ഞപ്പോഴേക്കും വേണു കാണാൻ വായിച്ച് വേണു ഊതി നിൽക്കുന്ന കൃഷ്ണനെ കണ്ടാൽ നമ്മുടെ ഐശ്വര്യമൊക്കെ ഊതി പോകട്ടെ. ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ നാമം ജപിക്കണ്ടേ, ജപിക്കണ്ടേ? അതില്ലാത്ത ഗ്രഹത്തിൽ എവിടെ ഐശ്വര്യം ഉണ്ടാവുന്നത്? അവിടെ ചെലുത്താനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കണ്ണനെ വയ്ക്കണം, വേണു ഇല്ലാതെ കണ്ട് കൃഷ്ണനെ വയ്ക്കാൻ പാടില്ല, നിർബന്ധമാണത്. മഹാദേവനോട് കൂടാതെ കണ്ട് ഗുരുവായൂരപ്പനെ കാണില്ല. സദാസമയത്ത് മഹാദേവനെ അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഉണ്ണികൃഷ്ണനെ നമ്മൾ എവിടെയും കാണുക. പിന്നെതാ ഓരോരുത്തരും പീലിയാവാനും അരമണിയാവാനും കിങ്ങിണിയാവാനും അതേപോലെ പമ്പരമാവാനും എന്തൊക്കെ വേണം, ഗോപിയാവാൻ, മഞ്ഞപ്പട്ടാലയാവാൻ, വളകളാവാൻ, മോതിരമാവാൻ, തോൾവളകളാവാൻ, മാലകളാവാൻ, മൺമാലയിലെ ഒരു പൂവാവാൻ എല്ലാവരും മോഹിച്ചു. എല്ലാവർക്കും എന്താ ബ്രഹ്മദേവൻ വേണ്ടതൊക്കെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. കുറേ ആളുകൾ ഗോപസ്ത്രീകളായിട്ട്, ഗോപന്മാരായിട്ട്, പശുക്കളായിട്ട്, പൈക്കുട്ടികളായിട്ട്, മയിലായിട്ട്, കുയിലായിട്ട്, ഇന്ന് വേണ്ട എന്തൊക്കെയാണോ ഉണ്ണികൃഷ്ണനെ കളിക്കാൻ വേണ്ടത് ആ ഭഗവാന് ദാ ലീലകൾ ആടാൻ വേണ്ടി എല്ലാം ഭൂമിയിലായി കഴിഞ്ഞിരിക്കുന്നു. ദ്വാരകയിൽ ദാ അമ്പാടിയിലും വൃന്ദാവനത്തിലും മധുരയിലും എല്ലായിടത്തും എല്ലാവരും നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരുടെ ഉള്ളിലും ഒരേ ഒരു മോഹം മാത്രം, എപ്പോഴാ കണ്ണം വരിക, എപ്പോഴാ കണ്ണം വരിക. ആ ഒരു മോഹത്തോടു കൂടി ഇരിക്കുമ്പോഴേക്കും ഇവിടെ ദാ കംസൻ ദുഷ്ടനാണെങ്കിൽ കൂടി തൻ്റെ സഹോദരിയായിരിക്കുന്ന ദേവകിയെ വസുദേവർക്കായിട്ട് വിവാഹം കഴിച്ചു കൊടുത്ത് ആ ഘോഷയാത്ര അതിഗംഭീരമായിട്ട് പോണു. 10,000 അനുഗമിച്ചുകൊണ്ട് താളമേളങ്ങളോടുകൂടി പോകുമ്പോൾ ഒരു ശബ്ദം കംസന് മാത്രമായിട്ട് കിട്ടിയതായിരിക്കുന്ന ഒരു അനുഭവം. അതാണ് ഭാഗവതം പറയുക. നമ്മൾ ഇത്രയും പേരിരുന്ന് ഭാഗവതം വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കുക അതിലൊരാളെ ആയിരിക്കും. അതാരാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് 50 രൂപയുടെ ചീട്ടെടുത്തോളൂ, കണ്ണൻ എപ്പോഴാണ് വരികയെന്ന് അറിയില്ലല്ലോ. നമ്മുടെ കൂടെ ഭാഗവതം പറഞ്ഞു 10,000 പോകുമ്പോഴും അവർക്കൊന്നും കിട്ടിയില്ല. കംസന് മാത്രം ഒരു അശ്ലീലവാക്ക്, അസ്യസ്വാമഷ്ടമോ ഗർഭോ ഹന്തായാം വഹസേ ബുധ. ബുദ്ധിയില്ലാത്തവനെ, നീ ആരെയാണോ വഹിച്ചു കൊണ്ട് പോണത്, അവളുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും എന്നുള്ള ശബ്ദം, ആ കോലാഹലം, എന്തെന്നില്ലാത്ത അശ്ലീലവാക്ക് കംസന് മാത്രമേ കിട്ടിയുള്ളൂ. അതാ ഈശ്വരാനുഗ്രഹം. എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. ആ കംസന്റെ ഉള്ളിലേക്ക് ഭയമായിട്ട് ഭഗവാൻ പെയ്തിറങ്ങി. അതോടുകൂടി പെട്ടെന്ന് ദേഷ്യമാണോ വന്നത്, ഭയമാണോ വന്നതെന്ന് അറിയില്ല. കഥേ ഗ്രഹിൽ ആ മുല്ലപ്പൂക്കളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ആ തലമുടിക്കെട്ടിൽ പിടിച്ച് വലിച്ചിങ്ങോട്ട് വിട്ടുകൊണ്ട് വാളുകൊണ്ട് വെട്ടാനങ്ങോട്ട് ഒഞ്ഞപ്പോഴേക്കും നല്ല വാക്കുകൾ പറഞ്ഞ് തൽക്കാലം സമാധാനിപ്പിച്ചു. മരണം അതെല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ എൻ്റെ പത്നിയല്ലേ, അത് മാത്രമല്ല വിവാഹ ഘോഷയാത്രയല്ലേ, എന്തെങ്കിലും ഉണ്ടായാൽ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാൻ പാടില്ല എന്നാണ് നിയമം. അങ്ങനെ ചെയ്താൽ എന്തുണ്ടാവുമോ, അകീർത്തിസ്തേ, എനിക്ക് അകീർത്തി ഉണ്ടാവും, അത് പാടില്ല എന്നാണ്. നല്ല നല്ല വാക്കുകൾ കേട്ടപ്പോൾ തൽക്കാലം സമാധാനമായി. ഉണ്ടാകുന്ന പുത്രന്മാരെ ഞാൻ കൊണ്ട് സമർപ്പിച്ചോളാം. ആ വാക്കും കൂടെ കേട്ടപ്പോൾ അല്പം സമാധാനമായി. തൻ്റെ പത്നിയും കൊണ്ട് പോരുമ്പോൾ ആ വസുദേവരുടെ ഹൃദയത്തിൽ നന്നായിട്ടറിയാം ദുഷ്ടന്മാരുടെ മനസ്സെപ്പോൾ വേണമെങ്കിലും മാറാം. പക്ഷേ ഭഗവാന്റെ കൃപ, കീർത്തിമന്തം പ്രഥമജം കംസായ അനകദുന്ദുഭേ, ആദ്യമായിട്ടൊരു ഉണ്ണിയുണ്ടായി. വേണ്ട സമയത്ത് കീർത്തിമാൻ എന്ന് പേരിട്ടു. കൊഞ്ചിച്ചും ലാളിച്ചും ഉമ്മോത്സവം മതിയായില്ല. അതിനു മുമ്പേ വസുദേവർ കൊണ്ടുപോയി കംസന്റെ കയ്യിൽ കൊടുത്തതാ. ഒന്നാമനുണ്ടായിട്ടോ. ആ കുട്ടിയെ അങ്ങോട്ട് കണ്ടപ്പോൾ കംസ തുഷ്ടമനാരാജൻ. ഭാഗവതം പറയാം, എന്തെന്നില്ലാതെ കണ്ട് സന്തോഷിച്ചു എന്നാണ്. ഞാനൊരു അമ്മാവനായില്ലോ എന്നുള്ളൊരു സന്തോഷം. ആ സന്തോഷം പങ്കുവെച്ചു. അല്പനേരം വേണ്ട, ഈ കുട്ടിയെ കൊണ്ടുപോയിക്കോളൂ, 8ാമനിൽ നിന്ന് എനിക്ക് ഭയമുള്ളൂ, കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ ആ കുട്ടിയെ അങ്ങോട്ട് പുറത്തയക്കുമ്പോൾ കംസന്റെ ഉള്ളിൽ വീണ്ടും ഭയം കൂടാൻ തുടങ്ങി. കുട്ടികളെ മാത്രമല്ല എന്തും ചെയ്യാൻ പഠിക്കില്ല ദുഷ്ടന്മാര്. അപ്പോഴേക്കും പറഞ്ഞു, ശ്രീനാരദ മഹർഷി, കംസമഹാരാജാവേ, എനിക്ക് എണ്ണാനൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ. ഈ 1ാമൻ 8ാമനാവും, 8ാമൻ 1ാമനാവും. വരാൻ പോണ ആളാരാന്നറിയോ? സാക്ഷാൽ ഈശ്വരനാണ്. അതുകൊണ്ട് മായാവിയാണ്, മായാമോഹനനാണ്, മഹാമായാവിയായിട്ടുള്ള ആളാണ്, മായാവിനോദനായിട്ടുള്ള ആളാണ്. എന്തെല്ലാം മായകളാ കണ്ണൻ കാണിക്കണമെന്നറിയോ? ഈശ്വരൻ്റെ മായയെ ആർക്ക് തിരിച്ചറിയാൻ പറ്റും? അതുകൊണ്ട് പുറത്തേക്ക് ശരിയായില്ല എന്ന് പറഞ്ഞു. എന്തിനാ നാരദ മഹർഷി ഇങ്ങനെ പറഞ്ഞത്? ഉണ്ടാകുന്ന കുട്ടികളെ മുഴുവനും കളിപ്പിച്ചുകൊണ്ടിരുന്നാൽ അവർക്കൊരിക്കലും ഭഗവാനെ വിളിക്കാൻ സാധിക്കില്ല. എത്രമാത്രം ഉള്ളിൽ ചുട്ട് വിളിക്കുമ്പോഴാണ് ഭഗവാൻ വരിക. നാരദാദി മഹർഷിമാരെല്ലാം മോഹിച്ചിരിക്കുക. എന്നാ നീ എന്നേ വരുന്നത്? ഈശ്വരനെ കാണാനുള്ള മോഹത്തോടു കൂടി ഇരിക്കുമ്പോൾ ഒരാൾ ദുഃഖം അനുഭവിച്ചാലേ മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടാവുള്ളൂ. ഇന്ന് നമ്മൾ നാരായണീയം വായിക്കണ്ടെങ്കിൽ
അതിനെന്തേ കാരണം മേൽപ്പത്തൂർ അനുഭവിച്ചതായിരിക്കുന്ന വാതരോഗം അല്ലേ? അദ്ദേഹം ആ രോഗം ഏറ്റെടുത്തതുകൊണ്ടല്ലേ നമുക്ക് ഇന്ന് നാരായണീയം കിട്ടിയത്. അദ്ദേഹത്തിന് ഒരു രോഗം വന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ നാരായണീയം പഠിക്കും? എങ്ങനെ നാരായണീയം എന്ന ഗ്രന്ഥം ഉണ്ടാവും? ഒരു പരീക്ഷത്തിന് ശാപം വന്നില്ലെങ്കിൽ എങ്ങനെ ഭാഗവതം ഉണ്ടാവും? ഓരോന്നും നോക്കിക്കോളൂ. ഒരു പൂന്താനത്തിന് ഒരു ദുഃഖം ഉണ്ടായ കുട്ടി മരിച്ചു പോയത് കൊണ്ടല്ലേ നമുക്ക് ജ്ഞാനപ്പാനമുള്ള ഗ്രന്ഥങ്ങളൊക്കെ കിട്ടിയത്? ഓരോരുത്തരും നോക്കിക്കോളൂ. ഒരാൾ ദുഃഖം അനുഭവിക്കുമ്പോൾ അതുകൊണ്ട് ലോകത്തിന് മുഴുവൻ സുഖം ഉണ്ടാവണം. ഒരാൾ ത്യാഗം അനുഭവിക്കണം. അത് ശ്രീനാരായണ മഹർഷിയുടെ വാക്കാണ്, അത് ഭാരതീയ ഋഷിമാരുടെ വാക്കാണത്. അതുകൊണ്ട് എന്തുണ്ടായി? ഒരു ദുഃഖം അനുഭവിച്ചാലും വേണ്ടില്ല, നിങ്ങൾ ദുഃഖം അനുഭവിച്ചാലും എത്രയോ ആളുകൾക്ക് ആ സുഖം ഉണ്ടാവുന്നത്. കോടാനുകോടി ജനങ്ങൾക്ക് ഇനിയും 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 വരുന്നതായിരിക്കുന്ന തലമുറകൾക്കെല്ലാം ആ ശ്രീകൃഷ്ണങ്കിലേക്ക് മനസ്സെത്താൻ, അവർക്കെല്ലാം കണ്ണനെ സ്മരിച്ചുകൊണ്ട് കണ്ണാന്ന് വിളിച്ച് ആനന്ദം അനുഭവിക്കാൻ നിങ്ങളൊരു അല്പം ദുഃഖം അനുഭവിച്ചുകൂടെ? അതിനു വേണ്ടിയിട്ടാണത്ര ആ കുട്ടികളെ കൊല്ലുക ഭേദം നമ്മൾ പറഞ്ഞപ്പോൾ രണ്ടാമത് ആലോചിച്ചില്ല. ഉണ്ടാവുന്ന കുട്ടികളെ അബോധെ ശിലാഭ്രഷ്ടെ സ്വാർത്ഥോന്മൂലിത സൗഹൃദ മുമ്പിൽ കല്ലിൽ അടിച്ചടിച്ചങ്ങനെ കൊന്നു. ആ കുട്ടികളെ അങ്ങോട്ട് കൊല്ലുമ്പോഴേക്കും എത്രയാ ദുഃഖം അനുഭവിക്കുന്നത്. ഒരു കുഞ്ഞിനെ പോലും ലാളിക്കാൻ കൊഞ്ചിക്കാൻ കുഞ്ഞിനെ കൊടുക്കാൻ സാധിക്കാതെ കണ്ട് ആ അമ്മ ആ അച്ഛൻ എത്രയോ വിഷമിച്ചു. കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ തൻ്റെ അനന്തനെ പറഞ്ഞയച്ചു. അനന്തേട്ടാ വേഗം പൊക്കോളൂ, അമ്മയുടെ ഉദരത്തിൽ അവതരിച്ചോളൂ എന്നങ്ങോട്ട് പറയലാണ്. അനന്തൻ ഏഴാമതായിട്ട് അമ്മയുടെ ഉദരത്തിലേക്ക് വരുമ്പോഴേക്കും 2-3 മാസമാകുമ്പോഴേക്കും ഭഗവാൻ വിളിച്ചു ജഗദംബിയെ. ഗച്ഛദേവീ വ്രജം ഭദ്രേ ഗോപഗോഭിരലങ്കൃതം വരോഹിണീ വസുദേവസ്യ ഭാര്യാസ്തേ നന്ദഗോകുലേ. നീതാ ആ വേഗം പൊക്കോളൂ ദേവി എന്നാണ്. ആ 2-3 മാസമായിട്ടുള്ള ഗർഭത്തിനെ ആകർഷിച്ച് രോഹിണിയുടെ ഗർഭത്തിലേക്ക് ആക്കണം, ഉദരത്തിലേക്ക് ആക്കണം. എന്നിട്ട് നിനക്കെന്തേ പണി? നീതാ അമ്പാടിയിലെ യശോദാമ്മയുടെ ഉദരത്തിൽ പോയി പറഞ്ഞോളൂ. നിന്നെ ലോകം മുഴുവനും പൂജിക്കാൻ ഇടയാകും. അർച്ചിഷ്യന്തി മനുഷ്യാത്വാം സർവകാമവരേശ്വരി ഭൂപോപഹാരബലിഭി സർവകാമവരപ്രദ നാമധേയാനി കുർവന്തി സ്ഥാനാനി ച നരാഭുവി ദുർഗേതി ഭദ്രകാളീതി വിജയാ വൈഷ്ണവീതി ച കുമുദാ ചണ്ഡികാ കൃഷ്ണ മാധവി വൈഷ്ണവീതി ച മാധവി കന്യകേതി ച മായാ നാരായണീശാനി ശാരദേത്യംബികേതി ച. എത്ര നാമ ഗുരുവായൂരപ്പൻ ജപിച്ചെന്നറിയാമോ? ഇപ്പോൾ അമ്മയുടെ തിരുനാമം ഒരു സഹസ്രനാമം ഗുരുവായൂരപ്പൻ്റെ വക. ഈ നാമങ്ങളെ കൊണ്ട് നിന്നെ ലോകം മുഴുവനും പൂജിക്കാൻ ഇടയാവട്ടെ. ഭഗവാന്റെ അനുഗ്രഹം അത് കേൾക്കേണ്ട താമസം അമ്മ വന്നു. ആ ഗർഭത്തിനെ ആകർഷിച്ച് രോഹിണിയിലാക്കി യശോദാമ്മയുടെ ഉദരത്തിൽ പോയി പറഞ്ഞു വെഞ്ചിരിക്കണു. മധുരയിൽ മുഴുവനും അറിഞ്ഞു വെഞ്ചിരിക്കണു. 7ാമത്തെ ഗർഭം നശിച്ചു എന്നുള്ള വർത്തമാനം അറിയേണ്ട താമസം. കാരാഗ്രഹത്തിൽ അടച്ചു. 2 തൂണുകളിൽ ചെകളകളെ കൊണ്ട് ബന്ധിച്ചു. കാരാഗ്രഹം പൂട്ടി. അതിനു വേണ്ടത് കാവൽക്കാരെ എല്ലാം ഏൽപ്പിച്ചു. പ്രളംബക താണൂര തണാവൃത മഹാസ്നേഹി പുഷ്ടിക അരിഷ്ടജീവിത പൂജന കേശിധേനുകൈ. എവിടെ 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 സൽക്കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ, നാമജപങ്ങളുണ്ടോ, പൈക്കള്, ക്ഷേത്രങ്ങള്, ആശ്രമങ്ങള്, ആൽവൃക്ഷങ്ങള്, തുളസിച്ചെടികള് ഇതൊക്കെ ഉണ്ടോ, അവിടെ എല്ലാം ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ നശിപ്പിച്ചോളൂ എന്നുള്ള മട്ടില് എല്ലാവരെയും പറഞ്ഞിരിക്കുമ്പോഴേക്കും ആ അച്ഛനും അമ്മയും 2 തുള്ളിക്കിടന്ന് 7 മക്കൾ പോയ അച്ഛനും അമ്മയും ഇനി എന്തേ വേണ്ടത് പറയാൻ ഒരാളോട് മാത്രമേ ഉള്ളൂ. ഉള്ളു ചുറ്റു വിളിച്ചു ഭഗവാനെ. നാരായണ തങ്ങൾ വിളിക്കുമ്പോഴേക്കും ഭഗവാനപി വിശ്വാത്മാ ഭക്തദാനാം അഭയങ്കര ആവിവേശാംശഭാഗേന മന ആനകദുന്ദുഭേ. തൻ്റെ അംശം കൊണ്ട് വസുദേവരുടെ ഹൃദയത്തിൽ അങ്ങനെ പ്രവേശിച്ചു. അതിമനോഹരമായിട്ട് നീലക്കല്ലായി ഉള്ളിലങ്ങനെ പ്രകാശിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ഭഗവാനെ കൂടെ കണ്ട് വസുദേവര് ആനന്ദം കൊണ്ട് ആ ചെങ്ങളെ കെട്ടിക്കിടന്ന് തുള്ളിച്ചാടി. അല്പം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഉയർന്ന് ദേവകിയുടെ ഹൃദയത്തിലേക്കും അമ്മയ്ക്കും കാണിച്ചു കൊടുത്തു. അമ്മ ഞാനുണ്ടട്ടോ ഇവിടെ. ആ ഹൃദയത്തിൽ പ്രകാശിക്കാൻ മാത്രമല്ല പതുക്കെ പതുക്കെ അവിടുന്ന് ഇറങ്ങിയ ആ ജഗന്നിവാസനായിരിക്കുന്ന ഭഗവാൻ അമ്മയുടെ ഉദരത്തിൽ അങ്ങനെ പോയി ഇരുന്നപ്പോഴേക്കും കംസൻ ഒന്നേ ഒന്ന് നോക്കിയുള്ളൂ. ആ ഉദരത്തിലേക്ക് അങ്ങോട്ട് നോക്കേണ്ട താമസം ആ കാരാഗ്രഹം മുഴുവനും ഇന്ദ്രനീലക്കല്ലിന്റെ പ്രകാശം കൊണ്ട് അതിമനോഹരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്താ ഈ കാണുന്നത് എന്ന് നോക്കുമ്പോഴേക്കും അവിടെ ചെറുതായിട്ട് കണ്ടു പീതാംബരം കലവിരാജിത
ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാ സഹായം അതിസുന്ദരമന്ദഹാസം. ആ രൂപത്തിനെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഉണ്ണികൃഷ്ണനെ ഞങ്ങൾ കണ്ടോടുകൂടി അവിടുന്ന് വളരെ വേഗത്തിൽ ഓടി എന്ന് മാത്രമല്ല, ആസീന സംവിശിഷ്ടൻ പുഞ്ചാന പര്യടൻ മഹി ചിന്തയാനോക്ഷികേശം അവശ്യം തന്മയം ജഗൽ. ശൈശഭ്രമർഷി പറഞ്ഞു, എത്രയോ പുണ്യം ചെയ്തു ആ കംസൻ എന്നാണ്. ആസീന സംവിശൻ തിഷ്ടൻ ഭുഞ്ചാന പര്യടൻ മഹി ചിന്തയാനോ ഋഷികേശം അവശ്യം തന്മജം ജഗൽ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ആഹരിക്കുമ്പോഴും ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, കൃഷ്ണൻ 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 മാത്രം. നമ്മൾ എത്ര നേരം കൃഷ്ണനെ സ്മരിക്കേണ്ടത്, എത്ര നേരം നമ്മൾ നാമം ജപിക്കേണ്ടത്. നോക്കും, കംസനെ പോലൊരു പുണ്യമാണ്. അതേപോലെ ഒരു ഭാഗവതം ലോകത്തുണ്ടാവും. സദാസമയത്തും കണ്ണനെ തന്നെ സ്മരിച്ചുകൊണ്ട് ഭയഭക്തിയോടുകൂടി കണ്ണനെ സ്മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബ്രഹ്മാദികളെല്ലാം അവിടെ വന്നു. സത്യം ഭൃതം സത്യപരം ത്രിസത്യം സത്യസ്യോ നിഹിതം ച സത്യ സത്യസ്യ സത്യമൃത സത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന. അവിടുന്ന് ആരാണ്? സത്യഭ്രതനാണ്. സത്യത്യാൽ മാത്രം സംപ്രാപ്തനായിട്ടുള്ള ആളാണ്, നിത്യനായിട്ടുള്ളതാണ്. അതുമാത്രമല്ല ഈ പഞ്ചഭൂതങ്ങൾക്കെല്ലാം കാരണമായിട്ടുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാനെ തൻ്റെ അറിവിനെ കൊണ്ടെല്ലാം സ്തുതിച്ചു ഭംഗിയായിട്ട്. ഈ ലോകത്തിൻ്റെ ക്ഷേമത്തിനായിട്ടാണല്ലേ സർവേശ്വര അവിടുന്ന് അവതരിച്ചിരിക്കുന്നത്. ഈ സംസാരത്തിൽ മുങ്ങിക്കിടന്ന് ദുഃഖം അനുഭവിക്കുന്നവർ എപ്പോഴെങ്കിലും അവിടുത്തെ ഒന്ന് സ്തുതിക്കാനിട വന്നാൽ, അവിടുത്തെ നാമം ജപിച്ചാൽ, അവിടുത്തെ ഒന്ന് സ്മരിച്ചാൽ, അവിടുത്തെ ഒന്ന് നമസ്കരിച്ചാൽ അവർക്കെല്ലാം നന്മയുണ്ടാകും. അങ്ങനെയുള്ള സർവേശ്വര എല്ലാ ദുഃഖങ്ങളും തീർക്കണേ. ഭൂമിയുടെ ഭാരം മാത്രമല്ല, എത്രയോ ജീവരാശികൾ ദുഃഖം അനുഭവിക്കണോ അവരുടെ എല്ലാം ദുഃഖം മാറ്റി എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കണേ. അമ്മ എത്ര പുണ്യം ചെയ്തു. അമ്മയുടെ ഉദരത്തിലാണ് ബ്രഹ്മാണ്ട കോടികളെ മുഴുവനും ഉള്ളിൽ വഹിച്ചിരിക്കുന്ന ആ സാക്ഷാൽ സർവേശ്വരൻ, ആ ബ്രഹ്മം അവിടുത്തെ ഉദരത്തിലാണ് അമ്മ വന്നിരിക്കുന്നത്. ആ സർവേശ്വരനെ കണ്ടോളൂ എന്നുള്ള മട്ടില് ആ അമ്മയെ നമസ്കരിച്ചുകൊണ്ട് എല്ലാവരും മാറി നിൽക്കുമ്പോഴേക്കും ഇതാ പ്രപഞ്ചം മുഴുവനും കൃഷ്ണാവതാരത്തിന് വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ഒരേ ഒരു മോഹം മാത്രമേ ഉള്ളൂ, കൃഷ്ണൻ വരണം കൃഷ്ണൻ വരണം കൃഷ്ണൻ വരണം എന്നുള്ളൊരു ഭാവത്തോടു കൂടി പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ തയ്യാറെടുക്കുമ്പോഴേക്കും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം കാലഭേദങ്ങളും മറന്ന് അവരെല്ലാം വേണ്ട സ്ഥാനത്ത് നിൽക്കാൻ തുടങ്ങി. അവർ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ജനിക്കുക. ഇതങ്ങനെയല്ല, സാക്ഷാൽ ഭഗവാന്റെ അവതാരത്തിന് വേണ്ടി അവരെല്ലാം ശുഭഗ്രഹങ്ങളായി ഓരോരോ സ്ഥാനങ്ങളിൽ നിൽക്കാൻ തുടങ്ങി. അത് സർവഗുണോപേത കാല പരമശോഭന ജന്മക്ഷം ശാന്തക്ഷഗ്രഹതാരകം ദിശപ്രസേതുഗണം നിർമ്മലോടഗണോദയം. എല്ലായിടത്തും ആനന്ദം തലയടിക്കാൻ തുടങ്ങി. മഹീമംഗളഭൂയിഷ്ട, ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു ഭൂമി. എൻ്റെ മാവടത്തിലല്ലേ ഭഗവാൻ കുഞ്ഞിക്കാല് വെച്ച് ഓടി നടക്കാൻ പോണത് നമ്മൾ ഓർക്കുമ്പോൾ ആ ഭൂമിക്കുണ്ടായ സന്തോഷം അതെങ്ങനെയാ തിരിച്ചറിയാം. നല്ല സുഖസ്പർശിയായിട്ട് വായു ഇങ്ങനെ മന്ദമാരുതം വീശാൻ തുടങ്ങി. നദികളെല്ലാം നത്യപ്രസന്ന സലിലാഹുത ജലരുഹശ്രിയ, തളിനീരായിട്ട് കളകളാരവും ഒഴുക്കി നദികൾ ഒഴുകാൻ തുടങ്ങി. ആമ്പൽപ്പൂക്കളും താമരപ്പൂക്കളും ഒക്കെ വിടന്നു നിൽക്കാൻ തുടങ്ങി. വണ്ടുകളൊക്കെ ദ്വിജാളികളുടെ സംനാദ, വണ്ടുകളെല്ലാം ഹരിഹരി എന്ന് ഓടി നടക്കാൻ തുടങ്ങി. എവിടെയും അഗ്നികൾ തന്നെ ജ്വലിക്കാൻ തുടങ്ങി. ഇന്ന് വേണ്ട ആകാശം കറുത്തിരിടാൻ തുടങ്ങി. എവിടെയും കാർമേഘങ്ങൾ ഇരുണ്ടുകൂടി. എന്തിനാ കാർമേഘമേ നീ ഇപ്പോൾ വന്നിരിക്കണത്? കൃഷ്ണാവതാരോത്സവ സംഭവസ്പശൻ, കൃഷ്ണാവതാരം വരുന്നു അത്രേ. അതിനാ ഞങ്ങൾ വന്ന് നിൽക്കുന്നത്, അത് കാണാണ് നിൽക്കുന്നത്. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അതേപോലെ തന്നെ അഷ്ടമി ആകുമ്പോഴേക്കും ചന്ദ്രൻ പൂർണ്ണ കലയോടുകൂടി നിൽക്കണു. എന്തിനാ ചന്ദ്ര നീ ഇപ്പോൾ വന്ന് നിൽക്കണത്? എൻ്റെ വംശത്തിലാ ഗുരുവായൂരപ്പൻ അവതരിക്കുന്നത്, അതിനാ വന്ന് നിൽക്കുന്നത്. രോഹിണി നക്ഷത്രം പ്രകാശിച്ച് നിൽക്കണു. എന്തിനാ രോഹിണി നീ ഇങ്ങനെ നിൽക്കണത്? എൻ്റെ നക്ഷത്രത്തിലാ ഗുരുവായൂരപ്പൻ ഇരിക്കണത്, അതുകൊണ്ടാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. അഷ്ടമി എന്ന തിഥി എത്രയും പ്രകാശമായിട്ട് നിൽക്കുമ്പോൾ എന്തിനാ തിഥി നീ വന്ന് നിൽക്കണത്? എൻ്റെ തിഥിയാണ് അത്ര കാണാൻ അവതരിക്കുന്നത്. എല്ലാവർക്കും മോഹം, ഓരോരുത്തരും അങ്ങനെ നോക്കണു. രോഹിണി ചന്ദ്രനെ നോക്കണു അത്രേ. ചന്ദ്രേട്ടാ എൻ്റെ വംശത്തിലല്ലേ അവതരിക്കുന്നത്? ചന്ദ്രൻ പറയണു, ഹേ രോഹിണി, നിന്നിലല്ലേ ഭഗവാൻ അവതരിക്കുന്നത്?
ഓരോരുത്തരും പരസ്പരം പറയാൻ തുടങ്ങി. ആ മയിലുകളും കുയിലുകളും എല്ലാം പാടാനും ആടാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മൈനകളും തത്തകളും ഒക്കെ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴേക്കും എന്താ ഋഷിമാരുടെ ചുണ്ടുകളിൽ നിന്ന് വേദമന്ത്രങ്ങൾ അല്ല ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ആ മഹാമന്ത്രം അവരുടെ ചുണ്ടുകളിൽ നിന്ന് വരുന്നു തുടങ്ങിയപ്പോഴേക്കും പതുക്കെ ഇടിവെട്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇടിവെട്ടും മിന്നലും വരണ്ട്. എന്തിനാ ഇടിവെട്ടും മിന്നലെ വരുന്നത്? കൃഷ്ണാവതാരോത്സവ സംഭ്രമോസ്പുഷന്മുദാ. കൃഷ്ണാവതാരത്തിന് വേണ്ടിയാണ് ഇത്ര ഞങ്ങൾ വരുന്നത്. അവരും വന്നു തുടങ്ങി. ആ മഴത്തുള്ളികൾ പതുക്കെ വീഴാൻ തുടങ്ങി. കൃഷ്ണ 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 കൃഷ്ണ. ആ മഴത്തുള്ളികൾ ഓരോന്ന് വീഴുമ്പോഴും അവരുടെ ചുണ്ടിലും ശബ്ദങ്ങൾ ഒന്ന് മാത്രം കൃഷ്ണ 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 കൃഷ്ണ. ഇങ്ങനെ ലോകം മുഴുവനും ആ പൊന്നുണ്ണിക്കണ്ണന്റെ ആ തിരു അവതാരത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോഴേക്കും അർദ്ധരാത്രിയായി കഴിഞ്ഞിരിക്കുന്നു. നിശീധേ തമ ഉത്ഭൂതേ. ആരുടെയൊക്കെ ഹൃദയത്തിലാണോ ഇരുട്ട് കൂടുപിടിച്ചിരിക്കുന്നത്, ആ ഇരുട്ടിലിതാ നീലക്കല്ലായിട്ട് ഭഗവാൻ പറഞ്ഞു. അതിസുന്ദരമായിരിക്കുന്ന രൂപത്തില് എങ്ങനെയാണോ കാർമേഘങ്ങളുടെ ഇടയിൽ നിന്ന് പതുക്കെ പൂർണ്ണചന്ദ്രൻ പ്രകാശം വരുത്തി വരുന്നത്, അതേപോലെതാ ഭഗവാൻ അവിടെ അങ്ങോട്ട് പ്രത്യക്ഷമാവണു. അമ്മയ്ക്ക് കാണാനല്ല, എല്ലാ ലോകത്തിനും മുഴുവനും വേണ്ടിയിട്ടാ ഭഗവാൻ ആ വരാൻ പോണു. കണി കണ്ടു കടൽ നീളം വാഴ്ത്തും കമനീയ കാന്തി കണി കണ്ടു. ആ രൂപത്തിനേതാ എല്ലാവരും കാണാൻ പോണു. ആ അവതാരമാണ് ഇത് വായിക്കുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദാധ്യായ ശ്രീശുവാച അത സർവഗുണോപേതകാല പരമശോഭന ജന്മക്ഷം ശാന്തക്ഷഗ്രഹതാരകം ദിശപ്രസേതുഗണം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ടപുരഗ്രാമഭജാകര നൃത്യപ്രസന്നസലിലാഹൃദാജലഗുഹശ്രയ വിജാലികുലസംനാദസ്തവകാവനരാജയ വൗവായുസുഖസ്പർശപുണ്യഗന്ധവഹശുചി അഗ്നേച്ഛദ്വിജാതീനാം ശാന്താ തത്ര സമിന്ദത മനാം സ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹ ജായമാനേ ജനേ തസ്മിന്നേതുതുന്ദുഭയോദ്വി ജഗുഃ കിന്നരഗന്ധർവാസ്തുഷ്ടവസിദ്ധധാരണാ വിദ്യാധർവ്യച്ചനനസു അപ്സരോഭിസമം തഥാ മുമുചുമുനയോ ദേവാ സുമനാംസി മുദാന്യുദാ മന്ദം ജലധരാതിഗൗജു അനുസാകരം നിശീധേ തമൗൽഭൂതേ ജായമാനേ ജനാർദ്ദനെ ദേവത്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസിത്യതാ പ്രാച്യാം നിശീന്ദുർവപുഷ്കലാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ 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 ഹരേ നാരായണ. തമത്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മംഗളശോഭിതൗസ്തുഭം പീതാംബരം സാന്ദ്രപയോതസൗഭഗം മഹാർഹവൈഡൂര്യകിരീടകുണ്ടലത്തുഷാം പരിഷക്തസഹസ്രകുണ്ടലം ഉദ്ദാമകാഞ്ജംഗതകങ്കണാദിഭിർ വിരോചമാനം വസുദേവ ഐക്ഷദാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മാധവ മാമവദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. 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 മാധവ മാമവദേവ. സാധുജനാധാര സാർവഭൗമ സാധുജനാധാര സാർവഭൗമ സാധുജനാധാര സാർവഭൗമ സാധുജനാധാര സാർവഭൗമ. മാധവ മാമവദേവ കൃഷ്ണ സാധുജനാധാര സാർവഭൗമ. മാധവ മാമവദേവ കൃഷ്ണ. മാധവ മാമവദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. മാധവ മാമവദേവ. അംബുജലോചന കമ്പുശുഭഗ്രീവ. അംബുജലോചന കമ്പുശുഭഗ്രീവ. അംബുജലോചന കമ്പുശുഭഗ്രീവ. ബിംബാധര ചന്ദ്രബിംബാരന. അംബുജലോചന കമ്പുശുഭഗ്രീവ. ബിംബാധര ചന്ദ്രബിംബാരന. ചാമ്പേയനാസാഗ്രേ ലഗ്നസുമൗക്തിക ശാരദ ചന്ദ്രജനിത മദന കൃഷ്ണ. ചാമ്പേയനാസാഗ്രേ ലഗ്നസുമൗക്തിക ശാരദ ചന്ദ്രജനിത മദന കൃഷ്ണ. മാധവ മാമവദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. മാധവ മാമവദേവ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എന്നാണ് താരാട്ടുപാട്ട് വരയ്ക്ക് നാട്ടിലുള്ളൂ. കഴിഞ്ഞ് നാളെ നമുക്ക് വിളിച്ചു നോക്കാം. ബഹളം ഉണ്ടാക്കാണ്ട് വന്നു. ഒരു വരിയായിട്ട് വന്നു. ശേഷം പറഞ്ഞു തരും. അതേപോലെ വന്ന് താരോലം താളത്തിലാടിയാടി നീരാരവിന്ദ പൂട്ടി വൃന്ദാവനത്തിൻ്റെ പുണ്യമായി അമ്പാടി പൈതലേ
വൃന്ദാവനത്തിൻ്റെ പുണ്യമായി അമ്പാടി പൈതലെ നീയുറങ്ങൂ. തങ്കത്തളകൾ ഞാൻ ഊരി വയ്ക്കാം, വൃന്ദാവനത്തെ നിശബ്ദമാക്കാം. കാറ്റിനോടൊന്നു ശകാരിച്ചിടാം, എന്നാനന്ദക്കുട്ടൻ ഉറങ്ങുറങ്ങൂ. ഇന്നീ നിശയൊന്നു പോയി മറഞ്ഞാൽ നാളെ അമ്പാടിക്ക് ജന്മഘോഷം. കള്ളക്കടാക്ഷം വെടിഞ്ഞു നന്നായി, ഉണർവിലേക്കുണരാനായി നീയുറങ്ങൂ. ഇന്നീ നിശയൊന്നു പോയി മറഞ്ഞാൽ നാളെ അമ്പാടിക്ക് ജന്മഘോഷം. കള്ളക്കടാക്ഷം വെടിഞ്ഞു നന്നായി, ഉണർവിലേക്കുണരാനായി നീയുറങ്ങൂ. തങ്കത്തളകൾ ഞാൻ ഊരി വയ്ക്കാം, വൃന്ദാവനത്തെ നിശബ്ദമാക്കാം. കാറ്റിനോടൊന്നു ശകാരിച്ചിടാം, എന്നാനന്ദക്കുട്ടൻ ഉറങ്ങുറങ്ങൂ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഗോപികളെയൊക്കെ ദൂരെയാക്കാം, ഗോരോചരം